ഷെരീഫ് മുഹമ്മദിന്റെ നിർമ്മാണത്തിൽ പോൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ മാഷപ്പ് തിയേറ്ററിൽ കണ്ടു. ആക്ഷൻ മൂവി കാട്ടാളൻ തിയേറ്ററിൽ കണ്ടു. ഒരു നിർവികാര സിനിമയായിട്ടാണ് എനിക്ക് ഈ സിനിമ അനുഭവപ്പെട്ടത്. എത്രയൊക്കെ ബഡ്ജറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ ആക്ഷൻ സീക്വൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും, നല്ല മേക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞാലും, കാതടുപ്പിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടെന്ന് പറഞ്ഞാലും, സിനിമയുടെ നട്ടെല്ലെന്ന് പറയുന്നത് തിരക്കഥയാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് കാട്ടാളൻ എന്ന ഈ സിനിമ. ഇത്രയും ഒരു ഗംഭീര ആക്ഷൻ സിനിമ ഇവര് നിർമ്മിച്ചിട്ട് ഇതിൽ ഒരുപാട് ബഡ്ജറ്റ് അവർ ഇറക്കിയിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ആക്ഷൻ സീക്വൻസ് ഉണ്ട്, ഒരുപാട് ആക്ഷൻ സീക്വൻസുകൾ വരുന്നുണ്ട്. കിടിലൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് സിനിമയിൽ. അതുപോലെ തന്നെ ഫിലിമിന്റെ മേക്കിംഗ്, ഒരുപാട് വിഷ്വൽസ് ഒക്കെ നല്ല രസമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ സിനിമയുടെ തിരക്കഥ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. ഈ സിനിമ നമ്മൾ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു വികാരവും തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു ഫീലും കിട്ടുന്നുണ്ടായില്ല. നമുക്ക് സിനിമ കാണുമ്പോൾ പ്രേക്ഷകർക്ക് ഇമോഷണലി കണക്ഷൻ കിട്ടണ്ടേ. ഒരു ആക്ഷൻ സിനിമ ആകുമ്പോൾ ആക്ഷൻ സംഭവിക്കുന്നതിനൊരു കാരണവും കാര്യങ്ങളൊക്കെ വേണ്ടേ. അതൊന്നും ഒരു ഇമോഷണൽ കണക്ഷനും ഇല്ലാതെ എന്തൊക്കെയോ അവർ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഒരു വികാരവും പ്രേക്ഷകരിൽ ജനിപ്പിക്കാത്ത ഒരു സിനിമയായി മാറി കാട്ടാളൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനിമയുടെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നായകനായിട്ട് വരുന്നത് ആന്റണി വർഗീസ് പെപ്പയാണ്. പുള്ളിയുടെ ആക്ഷൻ സംഭവങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ വേറെ ഒന്നും നന്നായിട്ട് വന്നിട്ടില്ല. പുള്ളിക്ക് എടുത്താൽ പോകാത്തൊരു റോളായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം സിനിമയിൽ പുള്ളിക്കൊന്നും ചെയ്യാനുമില്ല. ജസ്റ്റ് ഇങ്ങനെ നിൽക്കുക, സ്ലോ മോഷനിൽ നടക്കുക, എന്തെങ്കിലും ഡയലോഗ് ഉണ്ടെങ്കിൽ ഒരു എക്സ്പ്രഷൻ കൊടുത്ത് ഒരു ഡയലോഗ് ഡെലിവറിക്ക് ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ പ്രസന്റ് ചെയ്യാതെ വെറുതെ ഇങ്ങനെ എഴുതി കൊടുത്തത് ഇങ്ങനെ റോബോട്ട് പറയുന്ന പോലെ പറഞ്ഞു പോകുന്ന എല്ലാ ക്യാരക്ടറും അതെ, ചുമ്മാ അതും നോർമൽ ഡയലോഗുകളൊന്നുമല്ല, സാധാരണക്കാർ പറയുന്ന ഡയലോഗുകളൊന്നുമല്ല, വൻ കടുകട്ടി ഡയലോഗുകളാണ്. അതും ഇങ്ങനെ റോബോട്ട് പറയുന്ന പോലെ എല്ലാ ക്യാരക്ടേഴ്സും പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ജഗദീഷിന്റെ ഒരു കഥാപാത്രമുണ്ട്. പുള്ളിയുടെ ആ രീതിയിൽ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാനില്ലാത്തൊരു കഥാപാത്രമായിരുന്നു. പിന്നെ സുനിൽ, കബീർ, ദുഹാൻ സിംഗ്, അവർ രണ്ടുപേരാണ് വില്ലന്റെ കഥാപാത്രം ചെയ്യുന്നത്. എല്ലാവർക്കും സ്ലോ മോഷനിൽ നടക്കാനുള്ള ഒരുപാട് സീക്വൻസുകളുണ്ട്. പിന്നെ ഒരുപാട് സിഗരറ്റും ചുരുട്ടൊക്കെ വലിച്ച് ഇവര് സ്ക്രീനിൽ പുക നിറയ്ക്കുന്നുണ്ട്. അത് ഒരുപാട് നേരം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിദ്ദീഖ് ഒരു ഗസ്റ്റ് റോളിൽ വന്നു പോകുന്നുണ്ട്. ആൻസൺ പോൾ, തുഷാര വിജയൻ, അൽഫോൺസ് പുത്രൻ എന്നിവരൊക്കെ ഇതുപോലെ തന്നെ ചെറിയ ചെറിയ റോളിൽ വന്നു പോകുന്നുണ്ട്. പിന്നെ രവി ബാസൂറാണ് സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്ക്രീനിൽ ഇങ്ങനെ ഒരു നിർവികാരത സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനും പ്രേക്ഷകർക്ക് ഒരു ഇമ്പാക്ട് കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വൻ ഒരു ഗംഭീര സിനിമ പ്രതീക്ഷിച്ച് പോയിട്ട് ഒരു വികാരവും തരാത്ത ഒരു നിർഗുണ സിനിമയായി മാറി കാട്ടാളൻ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.